കേരളത്തിന്റെ റെയിൽവേ വികസന പ്രതീക്ഷകൾക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് പാലക്കാട് ഡിവിഷൻ വീണ്ടും വെട്ടിമുറിക്കുന്നുവെന്ന വാർത്ത ഇന്നലെ പല ചാനൽ മുറികളിലെയും ചൂടേറിയ ചർച്ചയായിരുന്നു. പാലക്കാട് ഡിവിഷന്റെ കീഴിലായിരുന്ന മംഗളൂരു മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ ഏകപക്ഷീയമായ തീരുമാനം വടക്കൻ മലബാറിലെ ട്രെയിൻ ഗതാഗതത്തിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കുകയാണ്. വരുമാന ചോർച്ചയ്ക്കും പുതിയ ട്രെയിൻ സർവീസുകൾക്കുമുള്ള വഴി കൊട്ടിയടയ്ക്കുന്നതിനും മാത്രമാണ് ഈ തീരുമാനം വഴിവെക്കുക. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു മേഖല മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ബോർഡ് തീരുമാനിച്ചത്. മുൻപ് നടന്ന സേലം ഡിവിഷൻ വിഭജനവും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പൂട്ടുവെച്ചതും സൃഷ്ടിച്ച ആഘാതങ്ങൾക്ക് പിന്നാലെ മംഗളൂരു മേഖലയുടെ ഏകപക്ഷീയമായ അടർത്തി മാറ്റൽ വടക്കൻ കേരളത്തിന്റെ ട്രെയിൻ ഗതാഗതത്തിന്റെ ഭാവി ഇല്ലാതാക്കും. പാലക്കാട് ഡിവിഷന്റെ പ്രധാന ട്രെയിനുകളിൽ പലതും യാത്ര ആരംഭിക്കുന്നത് മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ്. ഈ സ്റ്റേഷൻ നഷ്ടമാകുന്നത് പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിനെ കാര്യമായി ബാധിക്കും. മംഗളൂരു മേഖല മൈസൂരു ഡിവിഷന്റെ കീഴിലാക്കുന്നതോടെ കേരളത്തിലെ ട്രെയിൻ ഗതാഗതവും പുതിയ സർവീസുകൾ ആരംഭിക്കുന്നതും തടസ്സങ്ങളിലേക്ക് വഴിമാറും. ഇതുവരെ ദക്ഷിണ റെയിൽവേയുടെ ഏകീകൃത നിയന്ത്രണത്തിലായിരുന്ന ട്രെയിൻ സർവീസുകൾ ഇനി മുതൽ 2 വ്യത്യസ്ത സോണുകൾ തമ്മിലെ ഏകോപനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. കണ്ണൂരിലേക്കോ കാസർകോട്ടേക്കോ ഓടിയെത്തുന്ന ട്രെയിനുകൾ മംഗളൂരുവിലേക്ക് നീട്ടണമെന്ന ആവശ്യത്തിന് ഇതുവരെ ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം മാത്രം മതിയായിരുന്നു. ഇനി മുതൽ ഇത്തരം തീരുമാനങ്ങൾക്ക് മൈസൂരു ഡിവിഷന്റെയും ദക്ഷിണ പശ്ചിമ സോണിന്റെയും പൂർണ്ണമായി അനുമതി വേണ്ടിവരും. അന്തർമേഖലാ സങ്കീർണതകൾ കാരണം കേരളത്തിൽ നിന്നുള്ള സർവീസുകൾ മംഗലാപുരത്തേക്ക് ദീർഘിപ്പിക്കുന്നത് പ്രായോഗികമായി കൂടുതൽ കഠിനമാക്കും. കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന മലബാർ എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കം പ്രധാന ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോം, ടേൺ അറൌണ്ട്, കോച്ച് പാർക്കിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ നിലവിൽ മംഗളൂരു സെൻട്രൽ സ്റ്റേഷനിലെ പിറ്റ് ലൈനുകളിലാണ് നടത്തുന്നത്. മംഗളൂരു സെൻട്രലിലെ പരിമിതമായ ടെർമിനൽ ശേഷി മൈസൂരു ഡിവിഷൻ തങ്ങളുടെ മേഖലയിലെ ട്രെയിനുകൾക്ക് മുൻഗണന നൽകാൻ ഉപയോഗിച്ചേക്കാം. ഇതിന്റെ ഫലമായി കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളുടെ മെയിന്റനൻസ് സ്ലോട്ടുകൾ വെട്ടിച്ചുരുക്കപ്പെടാനോ അല്ലെങ്കിൽ അവയുടെ സമയം പുനഃക്രമീകരിക്കപ്പെടാനോ ഇടയാക്കും. കൂടാതെ മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് ആശ്രയമായിരുന്ന അടിയന്തര യാത്രക്കാരുടെ ക്വാട്ട അനുവദിക്കാനുള്ള അധികാരം പാലക്കാട് ഡിവിഷൻ അധികാരികൾക്കായിരുന്നു. എന്നാൽ മംഗളൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളുടെ യാത്രാ ക്വാട്ട നിയന്ത്രണം മൈസൂരുവിലെ ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാകുന്നതോടെ അടിയന്തര യാത്രാ ആവശ്യങ്ങൾക്ക് നടപടിക്രമങ്ങൾ ദുഷ്കരമാക്കും. പാലക്കാട് ഡിവിഷന്റെ വെട്ടിമുറിക്കൽ പെട്ടെന്നുണ്ടായ ഒന്നല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനുള്ള കേന്ദ്രാവഗണനയുടെ തുടർച്ചയാണ്. 2007 നവംബറിൽ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ രൂപവൽക്കരിച്ചതാണ് കേരളത്തിന് ഏൽക്കേണ്ടി വന്ന ആദ്യത്തെ കനത്ത പ്രഹരം. അന്ന് പാലക്കാട് ഡിവിഷന് കീഴിലുണ്ടായിരുന്ന കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, ഊട്ടി തുടങ്ങിയ ഉയർന്ന വരുമാനമുള്ള വ്യാവസായിക പാതകളും 623 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ ശൃംഖലയും നഷ്ടമായി. അതിലൂടെ പ്രതിവർഷം 200 കോടിയിലധികം രൂപയുടെ വരുമാന ചോർച്ചയാണ് സംഭവിച്ചത്. പിന്നാലെ തറക്കല്ലിട്ട കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചു. ഒടുവിൽ ഡിവിഷൻ മുറിക്കലും. ഇതിൽ എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം.